ഇനി നമ്മൾ ഈ ആരണ്യകാന്ഡം ഈ ആരണ്യകാന്ഡം വായിക്കുമ്പോൾ നമ്മൾ കാടിന് ഇത്രയും ഭംഗിയുണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. എത്ര കാടിൻ്റെ വർണ്ണനയെ അറിയോ വാൽമീകി രാമായണത്തിലുള്ളത്. അത്രയ്ക്കുള്ള വർണ്ണന. ഞാൻ ഒരു ഭാഗം എഴുതി കൊണ്ടുവരണമെന്ന് തന്നെ ആലോചിച്ച് പോയി. ഒരു വലിയ പാരഗ്രാഫ്, ഒരു വലിയൊരു പേജ് മുഴുവൻ കാട് വർണ്ണന, 4, 5, 6 സ്ഥലത്ത് കാടിനെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. ഈ ആരണ്യകാന്ഡം ആരംഭിക്കുന്ന ഈ ശ്ലോകത്തോടെയാണ്. പ്രവിശ്യതു മഹാരണ്യം ദണ്ഡകാരുണ്യമാത്മാവാൻ രാമോ ദർശന ദുർദശസ് താപസാശ്രമമണ്ഡലം. ആത്മാവായ രാമൻ മഹാരണ്യമായ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചിട്ട് ദുർനിരീക്ഷ്യനായി പ്രദീപ്തമായി ആകാശത്തിൽ വർത്തിക്കുന്ന സൂര്യമണ്ഡലത്തെ പോലെ ദുർദശമായ തപസാശ്രമ മണ്ഡലത്തെ കണ്ടു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ആരണ്യകാന്ഡം ആരംഭിക്കുന്നത്. അത് തുടക്കം തന്നെ ഈ ഋഷിമാംസം ഭക്ഷിക്കുന്ന വീരാധൻ രാക്ഷസനെ വധിച്ചും കൊണ്ടാണ് ആരണ്യകാന്ഡം ആരംഭിക്കുന്നത്. ഇവിടെ അതിമനോഹരമായ ഈ രാമോപദേശം നമ്മൾ കേട്ടിട്ടുണ്ട്, ലക്ഷ്മണോപദേശം നമ്മൾ കേട്ടിട്ടുണ്ട്, ഭരതോപദേശം നമ്മൾ കേട്ടിട്ടുണ്ട്. സീത രാമൻ ഉപദേശിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളാരെങ്കിലും വായിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ ഞാൻ വാൽമീകി രാമായണത്തിലാണ് സീത രാമൻ ഉപദേശിച്ചായിട്ട് കേട്ടത്. സീത അതിമനോഹരമായ രാമനെ ആരണ്യകാന്ഡത്തിലേക്ക് കടക്കുമ്പോൾ ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശം ഇങ്ങനെയാണ്: സൂക്ഷ്മമായ വിധി അനുസരിച്ച് പ്രവർത്തിച്ചവർക്ക് മാത്രമേ മഹത്തായ ധർമ്മം പാലിക്കാൻ കഴിയുകയുള്ളൂ. 3 വ്യസനങ്ങളാണ് ഉള്ളത്: അസത്യവചനം, പരസ്ത്രീഗമനം, വൈരം കൂടാതെയുള്ള ഹിംസ. 3 വ്യസനങ്ങൾ, 3 പ്രശ്നങ്ങളാണ് കാട്ടിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരിക. ഒന്ന്, അസത്യവചനം ചിലപ്പോൾ പറയേണ്ടി വരും. പരസ്ത്രീഗമനം സംഭവിച്ചേക്കാം. വൈരം കൂടാതെയുള്ള ഹിംസ. വൈരം കൂടാതെയുള്ള ഹിംസ എന്താണ്? നമുക്കൊരാളുടെ ഒരു ദേഷ്യമില്ല, നമ്മളയാളെ കണ്ടിട്ട് പോലുമില്ല, എന്നിട്ടും ചിലപ്പോൾ കൊല്ലേണ്ടി വരും. അതെന്ത് കൃത്യമായിട്ടാണ് സീത പറയുന്നത്? അസത്യവചനം, സത്യമല്ലാത്തത് ചിലപ്പോൾ പറയേണ്ടി വരും. പരസ്ത്രീഗമനം, അതും കാട്ടിൽ വെച്ച് സംഭവിക്കുന്നുണ്ട്. വൈരം കൂടാതെ ഹിംസ എന്ന് പറയുന്നത് ബാലിനെ വധിക്കുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയുന്നതാണ്. കാരണം ബാലിയോട് രാമന് മുൻകൂർ യാതൊരു ഇതുമില്ല, പക്ഷേ എങ്കിലും വധിക്കേണ്ടി വരുന്നു. സീത തുടരുകയാണ്: അമ്പും വില്ലുമായി കഴിയുന്ന അങ്ങ് തപസ്സിലുള്ള നിഷ്ഠ വെടിഞ്ഞ് ഹിംസയിൽ ബുദ്ധി വച്ചേക്കാം, വനചരെ അമ്പെയ്തേക്കാം, ആയുധ സമ്പർക്കം പതനത്തിന് കാരണമായേക്കാം. ശസ്ത്രവും വനവും പരസ്പര വിരുദ്ധമാണ്. ദേശധർമ്മത്തെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. അയോധ്യയിൽ തിരിച്ചെത്തിയിട്ട് മതി ക്ഷത്രിയ ധർമ്മം. ഇവിടെ മുനിവൃത്തി കൈക്കൊള്ളുക. സൗമ്യ, തപോവനത്തിൽ ധർമ്മമാർഗത്തിൽ ചരിക്കുക. സീതയാണ് രാമനെ ഉപദേശിക്കുന്നത്. ഇത് ഞാൻ വേറെ ഒന്നിലും വായിച്ചായിട്ട് ഓർക്കുന്നില്ല, അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടില്ല. പക്ഷെ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. സീതയുടെ ഫോർത്തോട്ട് മുഴുവൻ സംഭവിക്കുന്നുണ്ട്. വിചാര്യ ബുദ്ധ്യാതു സഹാനുജേന യത് രോചത്തെ തത് കുരു മാച്ചീരേണ. ഇതിൻ്റെ അർത്ഥം, സ്ത്രീ ചാബല്യം കൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അങ്ങനെ ഉപദേശിക്കാൻ ഞാൻ ആര്? സീത ചോദിക്കാൻ, അങ്ങനെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എന്തായാലും സഹോദരനെ ആലോചിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നു. വാൽമീകി രാമായണത്തിൽ പറയുന്നത് ഇവിടുന്നാണ് രാമൻ മുന്നിലും സീത നടുവിലും ലക്ഷ്മണൻ പിന്നിലുമായുള്ള യാത്ര ആരംഭിക്കുന്നതാണ്. അല്ലാതെ നമ്മൾ മനസ്സിലാക്കിയ മാതിരി, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന മാതിരി ആദ്യമേ രാമൻ മുന്നിലും അല്ല. ഇതിന് ശേഷമാണ്, ഈ ആരണ്യകാന്ഡത്തിൽ എത്തിയ ശേഷം, ഈ സീതോപദേശം കഴിഞ്ഞ ശേഷമാണ് ഇത്
രാമൻ മുന്നിലേറ്റാക്കി നടക്കുന്നത്. ഇനി നമ്മൾ ശൂർപ്പണഖാവധം. ശൂർപ്പണഖാവധം 4 വിധത്തിലാണ് പറയുന്നത്. പഞ്ചവടിയിലെ താമസത്തിലിടയ്ക്കാണ് ശൂർപ്പണഖയുടെ വരവ്. വാൽമീകി രാമായണത്തിലാണ്. ശൂർപ്പണഖ സ്വന്തം രൂപത്തോടു കൂടിയാണ് വരുന്നത്. വാൽമീകിയുടെ രാമായണം പറയുന്നത് ശൂർപ്പണഖ സ്വന്തം രൂപത്തോടു കൂടി, അതായത് കാട്ടാളിത്തയുടെ വേഷത്തെ തന്നെയാണ്, അതേ ഘോര ശബ്ദത്തോടു കൂടി തന്നെയാണ് ശൂർപ്പണഖ വരുന്നത്. സുന്ദരിയായല്ല, ശബ്ദം രാക്ഷസിയുടെയും. വിശാലാക്ഷം വിരൂപാക്ഷി സുകേശം താമമൂർധച പ്രിയരൂപം വിരൂപാസ സുസ്വരം ഭൈരവസ്വന. ശൂർപ്പണ സ്വന്തം രൂപത്തോടും ആ അലറിയ ശബ്ദത്തോടും കൂടിയാണ് രാമൻ്റെ അടുത്ത് വരുന്നത്. ഇവിടെയും പിന്നെയും വ്യത്യാസം പറയുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ. ലക്ഷ്മണൻ ശ്രീരാമൻ കാണെ വാളൂരി കാതും മൂക്കും ഛേദിക്കുന്നു, മുല ഛേദിക്കുന്നില്ല. നമ്മൾ മുല ഛേദിക്കുന്നു എന്നുള്ളൊരു കേട്ട് ശീലിച്ചിട്ടുണ്ട്. പക്ഷെ വാൽമീകി രാമായണത്തിൽ മുല ഛേദിക്കുന്നതായിട്ട് പറയുന്നില്ല. വാളൂരി കാതും മൂക്കും ഛേദിച്ചു എന്നാണ് പറയുന്നത്. ഉദ്യത്യ ഖഡ്ഗം ചിത്തോ കർണനാസേ, കർണം നാസേ എന്നാണ്. കർണനാസേ മഹാബല, ഇതാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. അതേ സമയത്ത് നമ്മൾ തുളസി രാമായണം എടുത്താലോ, സുന്ദരിയായ വേഷം മാറിയിട്ടാണ് ശൂർപ്പണഖ രാമലക്ഷ്മണന്മാരുടെ അടുത്തേക്ക് പോകുന്നത്. ലക്ഷ്മണൻ മൂക്കും ചെവിയും മുറിക്കുന്നു. തുളസി രാമായണത്തിലും ഇതാണ് പറയുന്നത്. കമ്പരാമായണത്തിൽ പക്ഷേ മൂക്കും മുലയും ചെവിയും മുറിക്കുന്നതായിട്ട് കമ്പരാമായണത്തിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തത് നോക്കുകയാണെങ്കിൽ സീതാ അപഹരണം. ഈ സീതാ അപഹരണത്തിന് മുതിരുമ്പോൾ മാരീചൻ രാവണനോട് പറയുന്നുണ്ട്, സൂര്യനിൽ നിന്ന് പ്രകാശത്തെ തട്ടിയെടുക്കണമെന്ന് ഇച്ഛിക്കുന്നത് പോലെയാണ് രാമനിൽ നിന്ന് സീതയെ അപഹരിക്കാൻ നീ ശ്രമിക്കുന്നത്. സൂര്യനിൽ നിന്ന് പ്രകാശത്തെ തട്ടിയെടുക്കണമെന്ന് ഇച്ഛിക്കുന്നത് പോലെയാണ് രാമനിൽ നിന്ന് സീതയെ നീ അപഹരിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇച്ഛേസ പ്രസവം ഹർത്തും പ്രഭാമിവ വിവസ്ഥത എന്നാണ് ശ്ലോകം. പിന്നെ വേറൊരു അതിശയകരമായ ഒരു കാര്യം ഞാൻ ഈ രാമായണങ്ങൾ വായിച്ചപ്പോൾ കണ്ടത്, ലക്ഷ്മണരേഖ എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നിലും കണ്ടില്ല. ലക്ഷ്മണനൊരു വര വരച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അധ്യാത്മരാമായണത്തിലാവട്ടെ, കമ്പരാമായണത്തിലാവട്ടെ, വാൽമീകി രാമായണത്തിലാവട്ടെ, തുളസി രാമായണത്തിലാവട്ടെ, ഈ ലക്ഷ്മണരേഖ വരച്ചതായിട്ട് എവിടെയും വായിച്ചില്ല. ഇനി എൻ്റെ വായനയിൽ കാണാതെ പോയോ എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്തായാലും ഈ ലക്ഷ്മണരേഖയുടെ കൺസെപ്റ്റ് ഈ 4 രാമായണങ്ങളിലും എനിക്ക് കാണാൻ സാധിച്ചില്ല. സീതയോട് ലക്ഷ്മണൻ പറയുന്നത് ഇത്ര മാത്രമാണ്, ഭവതിക്ക് നല്ലത് വരട്ടെ, എല്ലാ വനദേവതന്മാരും ഭവതിയെ രക്ഷിക്കട്ടെ, രാമനോടുകൂടി സീത തിരികെ വന്ന് ഭവതിയെ കാണാനാകുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ട്. ഇത്ര മാത്രമേ ലക്ഷ്മണൻ പറയുന്നുള്ളൂ വാൽമീകി രാമായണത്തിൽ. സീതാ അപഹരണം വാൽമീകി രാമായണമാണ്. സീതയെ എടുത്ത് പൊക്കിക്കൊണ്ടാണ് രാവണൻ പോകുന്നതായിട്ട് വാൽമീകി രാമായണത്തിൽ കാണുന്നത്. ഇത് മറ്റുള്ള രാമായണങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. സീതാപഹരണം അധ്യാത്മരാമായണത്തിൽ പറയുന്നത് രാഘവപത്നിയെയും തേരിലെടുത്ത് വെച്ചു, ആകാശമാർഗേ ശീഘ്രം പോയതു ദശസ്യനം എന്നാണ് പറയുന്നത്. തേരിലെടുത്ത് വെച്ചു
എന്ന് അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ തുളസീരാമായണത്തിലേക്ക് വന്നാലോ, രാവണൻ സീതയെ തേരിൽ ഇരുത്തിയാണ് കൊണ്ടുപോകുന്നത്. മൂന്നിലും മൂന്ന് ഡിഫറൻറ്റ്. ഇനി നമ്മൾ കമ്പരാമായണത്തിൽ വന്നാൽ ടോട്ടലി ഡിഫറെൻ്റാണ്. അതായത് രാവണനൊരു ശാപമുണ്ടല്ലോ, ഇഷ്ടമില്ലാത്ത സ്ത്രീകളെ തൊട്ടാൽ തല തെറിച്ച് പോകുന്നൊരു ശാപം രാവണനുണ്ട്. രാവണൻ സീതയുടെ അടുത്ത് വരുമ്പോൾ അത് ഓർക്കുന്നു. അത് ഓർത്തിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ നേരത്ത് ഇഷ്ടമില്ലാത്ത പെണ്ണിനെ സമ്മതമില്ലാതെ തൊട്ടാൽ അവളുടെ ചാരിത്രത്തിൽ കത്തിച്ചാമ്പലായി പോകുമെന്ന ശാപത്തെക്കുറിച്ച് രാവണൻ ഓർത്തു. അതുകൊണ്ട് ആശ്രമത്തിന് ചുറ്റുമുള്ള ഒരു യോജന ഭൂമിയടക്കം അടർത്തിയെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് തൻ്റെ തേരിൻ്റെ അടുത്തേക്ക് നീങ്ങി. തോളിൽ നിന്നെടുത്ത് തേരിൽ വെച്ചു. സാരഥിയോട് രഥൻ വിടം കൽപ്പിച്ചു. ആശ്രമം അടക്കം എടുത്തുകൊണ്ടുപോയി എന്നാണ് ഈ കമ്പരാമായണം പറയുന്നത്. മറ്റുള്ളതിലെല്ലാം രാവണൻ എടുത്തുകൊണ്ടുപോയി തേരിൽ വെച്ചുവെന്നും എടുത്തുകൊണ്ട് പോയി എന്നും ആണ് കാണുന്നത്. സുഗ്രീവ സഖ്യത്തിന് രാമനെ പ്രേരിപ്പിക്കുന്നത് ആരാ? നമ്മൾ വായിച്ചു കേട്ടിരിക്കുന്നത് നേരിട്ട് രാമൻ ഹനുമാൻ മുഖേന കാണുകയും അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലെത്തുമെന്നൊക്കെയാണ്. സുഗ്രീവ സഖ്യത്തിന് പ്രേരിപ്പിക്കുന്നത് മോക്ഷം കിട്ടിയ കബന്ധൻ എന്ന രാക്ഷസനാണ്. ഈ സീതയെ അന്വേഷിച്ചുകൊണ്ടുള്ള പോക്കിൽ കബന്ധൻ എന്ന രാക്ഷസനെ കാണുകയും രാക്ഷസനെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കബന്ധനാണ് പറയുന്നത്, എനിക്കെല്ലാം അറിയാം, നിങ്ങൾക്ക് സീതയെ വീണ്ടെടുക്കണമെങ്കിൽ സുഗ്രീവനായിട്ട് നിങ്ങൾ ഒരു എഗ്രിമെൻറ്റിലെത്തണം. സുഗ്രീവൻ്റെ അടുത്ത് പ്രേരിപ്പിക്കുന്ന മോക്ഷം കിട്ടിയ കബന്ധൻ രാക്ഷസനാണ്. സഖ്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ആകാശത്തിലേക്ക് കബന്ധൻ വരുന്നത്. നിദർശയൻ രാമവേക്ഷകസ്ഥ സഖ്യം കുരുഷ്യേരി തഥാനുഭാവച എന്നാണ് കബന്ധൻ പറയുന്നത്. രാമനും ബാലിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സീതയുടെ താമരയിതൾ പോലെയുള്ളതും രാവണൻ്റെ സ്വർണം പോലെയുള്ളതും ബാലിയുടെ അഗ്നി പോലുള്ളതുമായി ഇടത്തേക്കണ്ണ് തുടിച്ചുവെന്ന് വാൽമീകി പറയുന്നുണ്ട്. ഇവിടെ ഒരു വല്ലാത്തൊരു ഇത് തന്നെയാണിത്. അത് ഇവർ 3 പേരും അപകടങ്ങൾ കാണുന്നുണ്ട്. ബാലീവധം, ഇവിടെ ബാലീവധത്തിൽ 2-3 കാര്യങ്ങൾ വ്യത്യസ്തമാകുന്നുണ്ട്. ബാലീവധത്തിന് ശേഷം 38ഓളം ചോദ്യങ്ങളാണ് ബാലി ചോദിക്കുന്നത്. വാൽമീകി രാമായണത്തിൽ 38 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എല്ലാറ്റിനും ഉത്തരം പറഞ്ഞിട്ട് രാമൻ അവസാനമായി പറയുന്നത്, എനിക്ക് വിഷമമൊന്നുമില്ല, ദേഷ്യവുമില്ല. മൂടിയ കുഴികൾ, പാശം, പലതരം കെണികൾ മുതലായവ ഉപയോഗിച്ച് മറഞ്ഞു നിന്നിട്ടോ നേരെ നിന്നിട്ടോ മനുഷ്യർ പലതരം മൃഗങ്ങളെ പിടിക്കുന്നു. പേടിച്ചോടുന്നവയോ പേടിക്കാൻ ഒന്നുമില്ലെന്ന് വിശ്വസിച്ച് നിൽക്കുന്നവരെയോ ശ്രദ്ധയില്ലാതെ നിൽക്കുന്നവരെയോ എതിർക്കാത്തവരെയോ ആയ മൃഗങ്ങളെ മാംസഭുക്കുകളായി മനുഷ്യർ കൊല്ലുന്നു. അതിൽ പാപമില്ല. ശവാമൃഗമായ നിന്നെ വധിച്ചതിൽ നീ ഇങ്ങോട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് വധിക്കാം. ഇതാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. എന്നാൽ നമ്മൾ അധ്യാത്മരാമായണത്തിൽ പറയുന്നത് ഇത് തന്നെയാണ്, ഏകദേശം ഇത് തന്നെയാണ് പറയുന്നത്. അവിടെ പ്രധാനമായും പറയുന്നത് പരസ്ത്രീഗമനാണ്. അതുകൊണ്ടാണ്, അതായത് ഈ അമ്മയെയും മറ്റുള്ളൊരാളുടെ ഭാര്യയെയും മറ്റുള്ള സഹോദരിമാരെയും നീ നിൻ്റേതായ അതേ തലത്തിലേ കാണാൻ പാടുള്ളൂ. പക്ഷെ നീ അത് കണ്ടില്ല, അതുകൊണ്ടാണ് നിന്നെ ഞാൻ വധിച്ചതെന്നാണ് ഇതിൽ
അധ്യാത്മ രാമായണത്തിൽ പറയുന്നത്. രാമൻ ബാലിയോട് പറയുന്ന വാചകം അധ്യാത്മരാമായണത്തിൽ ഇതാണ്: പുത്രീ ഭാഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ല വേദവാക്യമതു ചേതതി മഹോൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചും ഏറ്റവും മഹാപാപി താപമവർക്കതിനാലേ വരുമല്ലോ എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. കമ്പരാമായണത്തിലെത്തുമ്പോഴോ എന്തിനാണ് ഒളിഞ്ഞു നിന്നുകൊണ്ട് എൻ്റെ നേരം അസ്ത്രം തൊടുത്തതെന്ന് ബാലി രാമനോട് ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് ലക്ഷ്മണനാണ്. രാമനല്ല ഉത്തരം പറയുന്നത്, ലക്ഷ്മണനാണ് ഉത്തരം പറയുന്നത്. കമ്പരാമായണത്തിൽ അഭയം പ്രാപിക്കുന്നവരെ സംരക്ഷിക്കുക എന്നത് രാമൻ്റെ സ്വഭാവമാണ്. സുഗ്രീവൻ ആദ്യം അഭയം പ്രാപിച്ചു. നീതിയും നെറിയുമില്ലാതെ ജീവിക്കുന്ന നിന്നെ വധിക്കാമെന്ന് രാമൻ വാക്കുകൊടുത്തു. യുദ്ധത്തിൽ നിന്റെ മുമ്പിൽ വന്നാൽ ജീവൻ പേടിച്ച് നീയും കാലിൽ വീഴും. അതുകൊണ്ടാണ് നിന്റെ മുമ്പിൽ വരാതെ മറഞ്ഞു നിന്ന് അസ്ത്രം തൊടുത്തത് എന്നാണ് ലക്ഷ്മണനാണ് വിശദീകരിക്കുന്നത്. രാമനല്ല വിശദീകരിക്കുന്നത്. ഇതിലേറ്റവും രസം, അത് കഴിഞ്ഞിട്ട് താരയോട് രാമൻ വാൽമീകി രാമായണത്തിൽ താര വന്നിട്ട് ഇങ്ങനെ എൻ്റെ ബാലിയെ വരിച്ചതിനെ പറ്റിയൊക്കെ ഒരുപാട് പറയും. അപ്പോൾ താരയോട് രാമൻ പറയുന്ന ഒറ്റ വാചകമാണ് വാൽമീകി രാമായണത്തിലുള്ളത്: ദാതാവ് നിശ്ചയിച്ച വിധിയെക്കുറിച്ച് ശൂരപത്നിമാർ വിലപിക്കാറില്ല. ഒറ്റ വാചകം. ദാതാവ് നിശ്ചയിച്ച വിധിയെക്കുറിച്ച് ശൂരപത്നിമാർ വിലപിക്കാറില്ല എന്നാണ് പറയുന്നത്. നീ ഇത് തന്നെ അധ്യാത്മരാമായണത്തിൽ വന്നാലോ: എന്തിന് ശോകം വൃഥാ തവ ബന്ധമില്ല ഏതു മതിയെന്ന മനോഹരി നിന്നുള്ള ഭർത്താവ് ദൈവമോ ജീവനോ ധന്യോ പരമാർത്ഥം എന്നോട് ചൊല്ലു നീ. ഇല്ല ജനനം മരണവും ഇല്ലേതുമേ ഇല്ലലുണ്ടാകിയതും നിനച്ചേതുമേ എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മൾ എന്തുകൊണ്ടാണ് വലിയ പോസ്റ്റിലും വലിയ വലിയ ഡിപ്ലോമാറ്റിക് പോസ്റ്റിലൊക്കെ സ്ത്രീകളെ നിയമിക്കുന്നത്. നമ്മൾ ഞാൻ പറയണത് ഇതൊരു മാനേജ്മെൻറ്റ് ബുക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ രാമായണങ്ങളെ വായിക്കാം. എന്തുകൊണ്ടാണ് വലിയ വലിയ ഹൈ ഡിപ്ലോമാറ്റായിട്ട് ഫോറിനിലേക്കൊക്കെ സ്ത്രീകളെ അയക്കുന്നത്? എന്തുകൊണ്ടാണ് ചില വല്ലാതെ പ്രസിദ്ധി ഘട്ടങ്ങളിൽ സ്ത്രീകളെ സംസാരിക്കാനായിട്ട് ഗവൺമെൻറ്റൊക്കെ നിയോഗിക്കുന്നത്? ഇതിൻ്റെ കൃത്യമായിട്ടും ഒരു വിശദീകരണം രാമായണത്തിൽ ഉണ്ട്. അതാണ് താരാലക്ഷ്മണ സംവാദം. ഞാനത് വായിച്ചിട്ട് ഞാൻ വളരെ കുറച്ചേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ വാട്ട് എ വേ താര അപ്രോച്ചസ് ലക്ഷ്മണ. താര അത്യസുന്ദരിയാണ്. താര ലക്ഷ്മണനെക്കാട്ട് എത്രയോ പ്രായമുണ്ട്. പക്ഷെ താര എങ്ങനെയാണ് ഈ ദേഷ്യം പിടിച്ച് വരുന്ന ലക്ഷ്മണനെ, അതായത് ഭാര്യയെ കൊന്നു എന്നിട്ട് പറയാ ഇത് മഴ കഴിഞ്ഞോട്ടെ നമുക്ക് ഉടനെ യുദ്ധം തുടങ്ങാമെന്നൊക്കെ പറയുന്നു. സുഗ്രീവൻ അവിടെ നല്ല നല്ല മദ്യവും കഴിച്ച് സുഖമായിട്ട് കൂടുകയാണ്. അപ്പോൾ രാമന് ദേഷ്യം പിടിക്കും. രാമൻ പറഞ്ഞു ഇവരെന്താ നമ്മളെ സഹായിക്കാൻ വരാത്തത്? അപ്പോൾ ലക്ഷ്മണനെയാണ് പറഞ്ഞു വിടുന്നത് അന്വേഷിച്ച് വരാൻ. അപ്പോൾ ലക്ഷ്മണൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ ഹനുമാന് തോന്നി ഈ ചങ്ങാതി ഇത് ഇവിടെ ഒക്കെ തകർത്തിട്ടേ പോകുന്നു. അപ്പോൾ കോപത്തോടെ വന്ന ലക്ഷ്മണനെ സമാധാനിപ്പിക്കാൻ സുഗ്രീവൻ താരയാണ് അയക്കുന്നത് വാൽമീകി രാമായണത്തിൽ. കമ്പരാമായണത്തിൽ ഹനുമാനാണ് പറയുന്നത് സുഗ്രീവ നീയൊന്നും പോയി മുന്നിൽ നിന്നാക്കല്ലേ അവൻ്റെ മുന്നിൽ, നീ താരയെ പറഞ്ഞേക്ക്. താരയ്ക്ക് സംസാരിക്കാൻ അറിയാം. താര പണ്ഡിതയാണ്. ഷീ നോ ഹൗ ടു ഹാൻഡിൽ ദി തിങ്സ് വെരി ഡിപ്ലോമാറ്റിക്കലി ചെല്ലുമെന്ന് പറയുന്നു. അവിടെ ഒരു സങ്കല്പം മാറുന്നുണ്ട് നമുക്ക്. താര
വളരെയേറെ മദ്യപിച്ചിട്ടാണ് വരുന്നത് എന്നുള്ളൊരു വാചകം വാൽമീകി രാമായണത്തിലുണ്ട്. ഉറയ്ക്കാത്ത കാൽവയ്പോടും ലഹരി വിടാത്ത കണ്ണുകളുമായും കിഴിഞ്ഞു വീഴുന്ന പൊന്നരഞ്ഞാരണവുമായും ലക്ഷണവതിയായ താര ലക്ഷ്മണൻ്റെ മുമ്പിലെത്തി വണങ്ങുന്നു. ഇങ്ങനെയാണ് വാൽമീകി രാമായണത്തിലെ വർണ്ണന. എന്നിട്ട് ഒരു വാക്ക് ആദ്യം തന്നെ താര ഉപയോഗിക്കുന്നു. ഈ വാക്ക് ഇതിന് മുമ്പ് ലക്ഷ്മണനോട് ശ്രീരാമൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കുമാരാ. കുമാര എന്നാണ് താര ഫസ്റ്റ് സെൻറ്റൻസ്. താരയുടെ കുമാര എന്നാണ്. അതോടുകൂടി തന്നെ ലക്ഷ്മണൻ പദം വന്നു പോകുന്നു. ആ കുമാര എന്നുള്ള താരയുടെ ആ വിളി. കുമാര, മികച്ച ഗുണങ്ങളുള്ള താങ്കൾ മഹത്വം കുറഞ്ഞവനിൽ കോപം കൊള്ളാമോ? മഹാസത്വത്തിന് ആധാരമുള്ളവനും തപസ്സിന് പ്രഭവസ്ഥാനമുള്ളവനുമായ അങ്ങയെപ്പോലുള്ളവർ കോപപ്പെടുന്നത് ശരിയാണോ? അങ്ങയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവർ ആരുണ്ടിവിടെ? വിധേയരിൽ എന്തിന് കോപിക്കണം? ഞങ്ങൾക്ക് തെറ്റ് പറ്റിയാലും പൊറുക്കണ്ടേ? മഹത്വം കുറഞ്ഞവരിൽ കുമാര കോപിക്കാം. ഇത് രാമൻ മാത്രമാണ് ലക്ഷ്മണൻ കുമാര എന്ന് വിളിക്കുന്നത്. താര അതേ വാചകം ഇവിടെ ഉപയോഗിച്ച് ലക്ഷ്മണൻ്റെ കോപത്തെ ശമിപ്പിക്കുന്നു വാൽമീകി രാമായണത്തിൽ. കോപം കഥം നാമഗുണപ്രകൃഷ്ട കുമാര കാര്യതപകൃഷ്ടസത്വേ കശ്ചിതത്വ കോപാവേശം ഹീ ഗച്ഛേത് സത്വാ വരുട പദസ്സ പ്രതിസ്തുതി എന്നാണ് ആ ശ്ലോകം പറയുന്നത്. ഇതേ തന്നെ നമ്മൾ അധ്യാത്മരാമായണത്തിൽ വന്നാൽ എങ്ങനെയാണ് ഇത് മാറിയിട്ടാണ് ഈ പ്രയോഗം. താരയെ വലിയ ഒരു പാവം സ്ത്രീയായിട്ട് വന്നിട്ടാണ് അധ്യാത്മത്തിൽ പറയുന്നത്. താരാവാക്യം ഇതാണ്: തവ മന്ദിരമായതെന്നറിഞ്ഞില്ലയോ ഭക്തനായി എത്ര മുക്തനായി തവ വൃദ്ധനായൊരു കവീന്ദ്രനോട് ഇങ്ങനെ കോപമുണ്ടായിൽ അവനെന്തൊരു ഗതി ചാബല്യമേറുമീ ജാതികൾക്ക് ഓർക്കണം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അധ്യാത്മരാമായണത്തിൽ. തുളസി രാമായണത്തിൽ വരുമ്പോൾ രാമൻ്റെ വ്യാഖ്യാനം എന്തിനു കൊന്നുള്ള രാമൻ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. അനുജൻ്റെ ഭാര്യ സഹോദരിയും മരുമകളും സ്വന്തം മകളും എന്ന പോലെയാണ്. നീ അത് തെറ്റിച്ചു, അതാണ് നിന്നെ അനുവദിച്ചത്. ഇത്രയേ തുളസി രാമായണത്തിൽ പറയുന്നുള്ളൂ. ഇനിയാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് അല്ലെങ്കിൽ മാറ്റം എന്ന് നമ്മൾ പറയും. സീതയെ കണ്ടു സീതയെ. ഇത് രാമായണത്തിലെ പ്രസിദ്ധമായ വാചകമാണല്ലോ. ഈ വാചകം ആദ്യമായിട്ട് ആരാ പറയുന്നത്? എങ്ങനെയാണ് ഈ വാചകത്തിൻ്റെ ഉത്ഭവം? സുഗ്രീവനാണ്. വാൽമീകി രാമായണ പ്രകാരം സുഗ്രീവനാണ് ഈ അവൻ്റെ പടകൾക്ക് വാനരപ്പടയോട് പറയുന്നത്, കണ്ടു സീതയെ എന്ന് ആരാണോ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു വന്ന് പറയുന്നത് അവന് എൻ്റേതിന് തുല്യമായ ഭോഗങ്ങൾ ഭുജിച്ച് വരിക്കാം. കണ്ടു സീതയെ എന്ന് ആരാണോ എൻ്റെ അടുത്ത് വന്ന് പറയും. ഈ വാക്ക് ആദ്യം പറയുന്നത് സുഗ്രീവനാണ്. ദൃഷ്ടാ സീതേ എന്നാണ് ആ വാക്ക്. ഇതിൻ്റെ ഇടയിൽ രാമൻ സുഗ്രീവനോട് ചോദിക്കുന്നുണ്ട്, അല്ല സുഗ്രീവ, നമ്മൾ യുദ്ധം ചെയ്യേണ്ട സ്ഥലങ്ങളെപ്പറ്റിയും കയറിയിറങ്ങേണ്ട മലകളെപ്പറ്റിയും പല ഊടുവഴികളെപ്പറ്റിയും നീ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നത്? ഇത്രയും വലിയ ലങ്കയിലേക്ക് പോകേണ്ട വഴിയൊക്കെ നിനക്ക് എങ്ങനെയാണ് അത്ര കൃത്യമായിട്ട് ഓരോ ഇടവഴി പോലും കൃത്യമായിട്ട് എങ്ങനെയാണ് നിനക്ക് അറിയുന്നത്? അത് സുഗ്രീവൻ പറയുന്നത് ഇങ്ങനെയാണ്: ബാലി എന്നെ തുരുത്തിക്കൊണ്ടേയിരുന്നു. വിവിധ നദികൾ, കാടുകൾ, നഗരങ്ങൾ, ഇങ്ങനെ ഞാൻ എല്ലാം കണ്ണാടിയിൽ എന്ന പോലെയും ചുഴറ്റപ്പെട്ട തീക്കൊള്ളി പോലെയും മുഴുവൻ കുളമ്പടിപ്പാട് കാണുന്ന പോലെ കണ്ടു എന്നാണ്. അപ്പോൾ എന്തൊരു ഓട്ടാണ് സുഗ്രീവനെ ബാലി ഓടിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്കിതിന്ന് മനസ്സിലാവും. കമ്പരാമായണത്തിൽ
ലക്ഷ്മണനോട് സംസാരിക്കാൻ താരയുടെ ഹനുമാനാണ് പറയുന്നത്. അതിൻ്റെ വർണ്ണന. അപ്പോൾ താര അങ്ങനെ കടന്നു വരുന്നു, ലക്ഷ്മണൻ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ താരേൻ്റെ വരവിന് കമ്പൻ ലക്ഷ്മണൻ്റെ കണ്ണിൽ കൂടെ കാണുകയാണ്. മംഗലവാണിയെ നീക്കി മണിയണി ഇറந்து വാശ കൊങ്കലാർ കൊയ്ത് മാറ്റി കുങ്കുമച്ചാന്ത് കൊട്ടാപ പൊങ്കുവം മുലയ്ക്കാൻ പുക്കഴുതോട് മറൈ പോർത്ത് നങ്കയെ കണ്ടവൻ നയനങ്ങൾ പനപനത്തതെന്താൻ. ഇതിൻ്റെ അർത്ഥമാണ് നമ്മളെ കമ്പരാമായണത്തെ പ്രത്യേക തരത്തിലേക്ക് കൊണ്ടുവരുന്നത്. താലി അഴിച്ചു വെച്ച് മറ്റാഭരണങ്ങളൊന്നും അണിയാതെ സുഗന്ധം പരത്തുന്ന പൂക്കളൊന്നും മുടിയിൽ ചൂടാതെ കുങ്കുമമോ ചാന്തോ നെറ്റിയിൽ തൊടാതെ വെളുത്ത വസ്ത്രത്താൽ കഴുത്തുവരെയും മൂടിപ്പുതച്ച് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹിളാരത്നമായ താരയെ കണ്ടപ്പോൾ ലക്ഷ്മണൻ്റെ കണ്ണ് നിറഞ്ഞു. അടുത്ത വാചകമാണ് ശ്രദ്ധേയം. വിധവകളായ തൻ്റെ അമ്മമാരെ ഓർത്തു. അവിടെയും മറ്റുള്ള അതേ വാചകം തന്നെയാണ്, മറ്റുള്ള രാമായണങ്ങൾ അതേ വാചകം തന്നെയാണ് ഇവിടെയും താര പറയുന്നത്. ചെറിയവർ തെറ്റ് ചെയ്താൽ ക്ഷമിക്കേണ്ടത് വലിയവനായ നീയല്ലേ ലക്ഷ്മണ. താര ഇവിടെ മറ്റുള്ള രാമായണത്തിൽ പറഞ്ഞ അതേ വാചകം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈ ഹനുമാൻ സീതയെ കാണുന്നത് പല രാമായണങ്ങളിലും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഹനുമാൻ സീതയെ ആദ്യം കാണുമ്പോൾ വാൽമീകിയുടെ വർണ്ണന ഇതാണ്. മഞ്ഞ് പെയ്യുമ്പോൾ നശിച്ചു പോകുന്ന താമരപ്പൂ പൊയ്ക പോലെ ശോഭ നശിച്ചവളായി കൂട്ടുകാരൻ നഷ്ടപ്പെട്ട ചക്രവാകിയെപ്പോലെ ഇരിക്കുന്ന സീതയെ ഹനുമാൻ കാണുന്നു. ഹിമഹത നളിനീവ ശോഭ വ്യസന പരമ്പരയാ നിപീഠ്യമാന സഹചരരഹിതവേ ചക്രവാഹി ജനകസുതാ കൃപാണാം ദേശോ പ്രപന്ന. ഈ ഹനുമാൻ സീതയോട് പറയുന്ന വാചകങ്ങളിലും വ്യത്യാസമുണ്ട്. ഹനുമാൻ സീതയോട് പറയുന്നു, എൻ്റെ ഇടയിൽ കുറേ സംഭാഷണം ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ വിടുകയാണ്. ഹനുമാൻ സീതയോട് പറയുന്നു, എൻ്റെ മുതുകത്തിരുന്നു കൊണ്ട് സാഗരണം തരണം ചെയ്ത് രാമൻ്റെ അടുത്ത് എത്തിക്കാമെന്ന് ഹനുമാൻ പറയുമ്പോൾ സീത പറയുന്നു, എൻ്റെ മുതുകത്തിരുത്തിക്കൊണ്ട് സാഗരം തരണം ചെയ്ത് രാമൻ്റെ അടുത്ത് എത്തിക്കാമെന്ന് ഹനുമാൻ പറയുമ്പോൾ സീത പറയുന്നു, അങ്ങയുടെ കരുത്ത് ഞാൻ മനസ്സിലാക്കുന്നു. ഭർത്തുർ ഭക്തിം പുരസ്കൃതു രാമദസ്യ വാനര നാഹം സ്പൃഷ്ടും സ്വതോ ഗാത്രമിച്ഛേയം വാനരോത്തമ. എൻ്റെ അർത്ഥം, ഭർത്താവിനോട് നിഷ്ഠയിൽ കഴിയുന്ന എനിക്ക് രാമനെ അല്ലാതെ മറ്റൊരുവനെ സ്വയം സ്പർശിക്കാവുന്നതല്ല. രാവണനെ ഞാൻ സ്പർശിച്ചിട്ടില്ല, ഞാൻ രാവണനെ തൊട്ടിട്ടില്ല. രാവണനെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ പാവമായി ഞാനെന്ത് ചെയ്യും? അവിടെ നിന്നുപോയി, ഞാനത് തൊട്ടിട്ടില്ല. എന്നെ രാമൻ ഇവിടെ വന്ന് രക്ഷിച്ചു കൊണ്ട് പോകട്ടെ, അതാണ് അദ്ദേഹത്തിന് കീർത്തി നൽകുക എന്നാണ് പറയുന്നത്. ഇവിടെ രസകരമായ മാറ്റങ്ങൾ മറ്റേ മൂത്ത രാമായണങ്ങളിലുണ്ട്. ഈ സീതയെ കാണുന്ന ഹനുമാൻ അധ്യാത്മരാമായണത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ത്വരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കെന്നും ചൊല്ലുനി എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഏറ്റവും രസകരമായ മാറ്റം തുളസി രാമായണത്തിലുണ്ട്. അശോകനത്തിൽ ഇപ്പോൾ ഹനുമാൻ അശോകനത്തിൽ നിന്ന് പറയാണ് സീതയെ, അമ്മേ, ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് താങ്കളെ പൊക്കിയെടുത്തുകൊണ്ട് പോകാം, പക്ഷേ
രാമൻ്റെ ഉത്തരവില്ല. കാത്തിരിക്കൂ. ആവാഹി മാതുമേ ജാവൂ ജുലാവായി പ്രാവു ആയസു നഹിം രാം ദോഹായ് എന്നാണ് ആ ഹിന്ദിയിലുള്ള വാചകം. ഇവിടെ ഇത് തന്നെ മനോഹരമായിട്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളോട് എന്താണോ നമ്മളെ മുകളിലുള്ളവർ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം ചെയ്താൽ മതി. ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. നിങ്ങൾ കൂടുതൽ പറയാത്ത ചെയ്തിട്ട് വലിയ ആളാവാൻ നിൽക്കണ്ട. ഈ ഉപദേശം സുഗ്രീവനാണ്, അല്ല ജാംബവാനാണ് വാൽമീകി രാമായണത്തിൽ വാനരന്മാരോട് പറയുന്നത്. ഈ ഹനുമാൻ വലിയ ക്യാമത്തിലെല്ലാം സീതയെ കണ്ടു വരുമ്പോൾ വാനരന്മാർക്ക് പറയും നമുക്ക് പോയിട്ട് ഉടനെ സീതയെ പൊക്കി ഇവിടെ കൊണ്ടുവരാമെന്ന് പറയും. അപ്പം ജാംബവാൻ പറയും നിങ്ങൾ വലിയ ഓവർ സ്മാർട്ട് ആവണ്ട. നിങ്ങളോട് തന്ന ഉപദേശം എന്താ, നിങ്ങൾക്ക് സീത എവിടെയാണോ എന്ന് കണ്ടുപിടിച്ച് വരിക, അത്ര മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അല്ല നിങ്ങൾ സീതയെ പൊക്കിക്കൊണ്ടുവരാൻ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. അത് ചെയ്യേണ്ടവർ ചെയ്തോളൂ. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഒരിക്കലും ഈ ഓവർ സ്മാർട്ട് ആവണ്ട, പറഞ്ഞ പണി ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. മാനേജ്മെൻറ്റ് ബുക്കും കൂടിയാണ് നമ്മളുടെ രാമായണവും മഹാഭാരതവും ബൈബിളും ഖുർആനും എല്ലാം തന്നെ. ഇറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ബുക്ക്. ഹൗ യു വിൽ ബിഹേവ് ഇൻ സർട്ടൻ സർക്കംസ്റ്റാൻസസ്, ഹൗ യു ഷുഡ് ബിഹേവ് ആസ് പെർ ദ ഓർഡേഴ്സ് എന്നുള്ളതും കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ വാൽമീകി രാമായണത്തിൽ പറയുന്നത്. കണ്ടു ദേവിയെ എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്, കണ്ടു സീതയെ എന്ന് ഹനുമാൻ പറഞ്ഞാണ്. പക്ഷേ വാൽമീകി രാമായണത്തിൽ പറയുന്നത് കണ്ടു ദേവിയെ എന്നാണ്. കണ്ടു ദേവി എന്നാണ് ഹനുമാൻ മറ്റുള്ള കുരങ്ങന്മാരോട് അല്ലെങ്കിൽ കവികളോട് പറയുന്നത്. അവിടെയാണ് ജാംബവാൻ്റെ ഉപദേശം വരുന്നത്. നമുക്ക് തന്നിട്ടുള്ള ആജ്ഞ ദക്ഷിണ ദിക്കിലൊക്കെ സീതയെ അന്വേഷിക്കാനാണ്. കണ്ടുപിടിച്ച് കൊണ്ടു ചെല്ലാൻ സുഗ്രീവനോ രാമനോ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്താൽ രാഘവൻ ഇഷ്ടപ്പെടില്ല. ഇത് ജാംബവാൻ്റെ വാക്കുകളാണ്. ശരിക്കും നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാഠം കൂടിയാണ്. നമ്മളോട് പറഞ്ഞ പണി ചെയ്താൽ മതി. നമ്മൾ ഓവർ സ്മാർട്ടായിട്ട് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഉപദേശമായിട്ട് വരുന്നത്. ഇത് ഇനി ഈ ലങ്കയിലേക്കുള്ള പുറപ്പാട് വാൽമീകി രാമായണം പറയുന്നത് ഇന്ന് ഉത്രം നാളാണ്, നാളെ അത്തം. സൈന്യത്തെ മുഴുവൻ കൂട്ടി സുഗ്രീവ നാം പുറപ്പെടുക തന്നെ എന്നാണ് രാമൻ്റെ വാക്കുകൾ. ഇന്ന് ഉത്രം നാളാണ്, നാളെ അത്തം. സൈന്യത്തെ മുഴുവൻ കൂട്ടി സുഗ്രീവ നാം പുറപ്പെടുക എന്നാണ് പറയുന്നത്. സാഗരതീരത്തെത്തിയ സൈന്യം എങ്ങനെയായിരുന്നു? സാഗരതീരത്ത് സൈന്യങ്ങളെത്തുമ്പോൾ എങ്ങനെയായിരുന്നു? സാഗരതീരത്ത് നിരത്തി നിർത്തിയ ആ സൈന്യം മഞ്ഞ് വെളുപ്പ് നിറത്തോടു കൂടിയ തേനിൽ വർണ്ണമുള്ള ഒരു രണ്ടാം സാഗരം പോലെ ശോഭിച്ചു. തേനിൻ്റെ ഈ കുരങ്ങന്മാർക്ക് തേനിൻ്റെ ഒരു നിറമാണല്ലോ. അപ്പോൾ കുരങ്ങന്മാർ അറിഞ്ഞു നിന്നപ്പോൾ തേനിൻ്റെ നിറം പോലെയായി എന്നാണ് പറയുന്നത്. പിന്നെ വേറൊന്ന്, വിഭീഷണൻ്റെ നിർദ്ദേശപ്രകാരമാണ് രാമനോട് ലക്ഷ്മണൻ സമുദ്ര ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. ശരിക്കും രാമൻ സമുദ്രത്തിന് മുമ്പിൽ എത്തിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതെങ്ങനെയാണിത് നമ്മൾ തരണം ചെയ്യുക എന്ന് പറയുമ്പോൾ വിഭീഷണനാണ് ഉപദേശിക്കുന്നത്, നിങ്ങൾ സമുദ്ര ഭഗവാനെ ഒന്ന് ധ്യാനിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമുദ്രം തരണം ചെയ്യാൻ പറ്റുള്ളൂ. ധ്യാനിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ പാലം? ആ സമുദ്ര ഭഗവാൻ രാമൻ ധ്യാനിക്കുന്നു, സമുദ്രം ഭഗവാൻ പ്രതിഷ്ഠിച്ചിട്ട് ഇന്ന സ്ഥലത്ത് പാലം കെട്ടിക്കോളൂ, അവിടെ വെള്ളം കുറവാണ്, അതാണ് അവിടെ ചെയ്യാമെന്ന് പറയണം. ഈ പാലം കെട്ടുന്നതിൽ പല വ്യാഖ്യാനങ്ങൾ പല രാമായണങ്ങളും പല വിധത്തിലാണ് പറയുന്നത്. പാറകളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും മുട്ടികളും പുല്ലുകളും പൂത്ത മരങ്ങളും കൊണ്ടാണ് പാലം നിർമ്മിക്കുന്നത്. പാറകളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും മുട്ടികളും പുല്ലുകളും പൂത്ത മരങ്ങളും കൊണ്ടാണ് പാലം നിർമ്മിക്കുന്നത്. ഇതിൽ ഒരു സ്ഥലത്തും, ഈ 4 രാമായണങ്ങളിൽ ഒരു സ്ഥലത്തും
നമ്മൾ കേട്ടിട്ടുള്ള ഈ അണ്ണാൻ വന്ന് ഒരു കല്ല് വയ്ക്കും ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഈ 4 രാമായണങ്ങളിൽ ഞാൻ വായിച്ചിട്ട് കണ്ടില്ല. അങ്ങനെ ഒരു വാചകം എന്നോട് വായിക്കുന്നതിൽ വിട്ടുപോയതാണോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ എങ്കിലും ഞാനൊന്ന് നോക്കി കാര്യമായിട്ട് ഇതിലെവിടെയും അങ്ങനൊരു കൺസെപ്റ്റ് ഇതിൻ്റെ അകത്ത് കണ്ടില്ല. ഈ നളനാണ് ശരിക്ക് ഈ ഇത് കിട്ടുന്നത്. പണി തീർത്ത സേതു എങ്ങനെയായിരുന്നു? സ നളേന കഥ സേതു സാഗരേ മകരാലയേ ശുശുഭേ സുഭഗ ശ്രീമാൻ സ്വാതിപത ഇവാംബരെ. അർത്ഥം, മകരാലയമായ സാഗരത്തിൽ നളൻ കൊട്ടിത്തീർത്ത സേതു മനോഹരമായും പ്രകാശവത്തായും വിളങ്ങി. ആകാശത്തിൽ സ്വാതിപഥം പോലെ. ആകാശത്തിൽ സ്വാതിപഥം എന്ന് പറയുന്നത് അത്തം, ചിത്ര, ജ്യോതി എന്നിവയുടെ മാർഗങ്ങളെയാണ് സ്വാതിപഥം എന്ന് പറയുന്നത്. സാഗരത്തിൻ്റെ സീമന്തരക പോലെ പാലം ശോഭിച്ചു എന്നാണ് പറയുന്നത്. ഏകദേശം ഇതേമാതിരിയൊക്കെ തന്നെയാണ് മറ്റുള്ള രാമായണങ്ങളും പറയുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ തുളസി രാമായണത്തിൽ ഈ രാമേശ്വരത്തെ പറ്റി ഒരു റെഫറൻസ് വരുന്നുണ്ട്. പാലം പണിത ശേഷം നളൻ, നീലൻ ഇവർ 2 പേരാണ് പാലം പണിയുന്നതെന്നാണ് മറ്റ് എല്ലാ രാമായണങ്ങളും. ശിവലിംഗം, രാമേശ്വരലിംഗം രാമനാണ് പ്രതിഷ്ഠിക്കുന്നത്. അതോടുകൂടിയാണ് ഇതിന് രാമേശ്വരം എന്ന പേര് വരുന്നത്. ഈ ധനുഷ്കോടി എന്ന പേര് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് എങ്ങനെ ഒരു രാമായണത്തിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു പാലം കെട്ടിയ ആ അറ്റത്തെത്തിയ ശേഷം ശ്രീരാമൻ ധനുസിൻ്റെ അറ്റം, ഈ ധനുഷ് കോടി എന്ന വാക്കിൻ്റെ അർത്ഥം അറ്റം എന്നാണ്, കോർണർ എന്നാണ്. ധനുഷിൻ്റെ അറ്റം ഇങ്ങനെ ഭൂമിയിൽ അമർത്തി നിർത്തി പാലം നോക്കി. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ധനുഷ്കോടി എന്ന് പേര് വന്നതെന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. ഇനി കൂടുതൽ യുദ്ധങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ യുദ്ധത്തെ പറ്റി പറയാമെന്ന് വിചാരിക്കുന്നു. ഈ രാവണൻ എപ്പോഴാണ് ശരിക്കും വിഷമിക്കാൻ തുടങ്ങുന്നത്? യുദ്ധസമയത്ത് വിഭീഷണൻ്റെ കുംഭകർണൻ മരിച്ചപ്പോഴാണ് രാവണൻ ശരിക്കും വിഷമിക്കുന്നത്, അല്ലാണ്ട് സ്വന്തം മകൻ മരിച്ചപ്പോഴല്ല. അന്ന് അപ്പോൾ രാവണൻ പറയുന്നുണ്ട്, അന്ന് ഞാൻ വിഭീഷണൻ പറഞ്ഞത് കേൾക്കേണ്ടതായിരുന്നു. തത്സായം കർമ്മണ പ്രാപ്തോ പിപാകോ മമ ശോകത തന്മായ ധാർമ്മിക ശ്രീമൻസ് നിരസ്തോ വിഭീഷണ എന്നാണ് ആ ശ്ലോകം പറയുന്നത്. വേറൊന്ന്, രാമൻ ആരെങ്കിലും കണ്ട് അതിശയിച്ചിട്ടുണ്ട്? രാവണൻ്റെ പടയിൽ ആരെങ്കിലും കണ്ട് രാമൻ അതിശയിച്ചതായിട്ട് വാൽമീകി രാമായണത്തിലുണ്ട്. ഞാൻ 200 പ്രാവശ്യം വായിച്ചു. അത് ഞാൻ വായിച്ചത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ടും ടീച്ചറുടെ വ്യാഖ്യാനം ഒന്നുകൂടി വായിച്ചു. ഏത് രാക്ഷസനെ കണ്ടപ്പോഴാണ് രാമൻ ആരാധനയോടും ആശ്ചര്യത്തോടും വിഭീഷണനോട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നത്? പുണർന്ന നക്ഷത്രങ്ങൾക്കിടയിൽ ശോഭിക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന സുന്ദര മദനമുള്ളവൻ ആരാണ് എന്ന് രാമൻ വിഭീഷണനോട് ചോദിക്കുന്നു. നമ്മൾ പൊതുവേ ഇത് എവിടെയും കേട്ടിട്ടില്ല ഇങ്ങനൊരു രാമൻ തന്നെ കാണാൻ എത്രയോ മഹാൻ, അങ്ങേരൊരാളെപ്പറ്റി അതിശയിക്കുന്ന ആരോടാണ് എന്ന് ചോദിക്കുന്നു. ധന്യമാലയുടെ പുത്രൻ അധികായനായിരുന്നു അത്. ധന്യമാലയുടെ പുത്രൻ അധികായനെ കാണുമ്പോൾ രാമൻ പോലും ആ സൗന്ദര്യത്തിലും ആ പാടവത്തിലും അതിശയിച്ചു പോകുന്നത്. പിന്നെ 2 സമയത്ത് ഹനുമാൻ മലയിലേക്ക് പോയതായിട്ട് വാൽമീകി രാമായണത്തിൽ കാണുന്നുണ്ട്. ഇന്ദ്രജിത്തിൻ്റെ ബാണത്താൽ മോഹാത്സ്യപ്പെടുന്ന രാമലക്ഷ്മണന്മാർ ഋഷഭം എന്ന പർവ്വതത്തിലേക്കാണ് ഔഷധസസ്യങ്ങൾക്കായി ഹനുമാൻ പോകുന്നത്. ആദ്യം അവിടെ രസകരമായൊരു വാചകമുണ്ട്. ഹനുമാനെ കണ്ടതും ഔഷധങ്ങളെല്ലാം അപ്രത്യക്ഷമാവുന്നു. എന്നാൽ ഹനുമാൻ മല പുഴക്കിയെടുത്ത് കൊണ്ടുവരുന്നു. ഇങ്ങനെയാണ് ചെടികൾ അപ്രത്യക്ഷമാവുന്നു. കാരണം ഈ ചങ്ങാതി ഇതെല്ലാം എടുത്തുകൊണ്ടായാലും ഞങ്ങളെന്ത് ചെയ്യും? അപ്പോൾ ഔഷധങ്ങൾ അപ്രത്യക്ഷമാവുന്നു എന്നുള്ളൊരു റെഫറൻസ് ഉണ്ട്. പക്ഷേ ഹനുമാൻ മലയടക്കം എടുത്തുകൊണ്ടിരുന്നു. ഇനി വേറൊന്ന്, ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ
ചിരിക്കരുത്. കാരണം ഞാനിത് പറഞ്ഞ ശേഷം ഒരു ലോകപ്രശസ്തമായ ഇംഗ്ലീഷ് സിനിമയായിട്ടൊരു ചെറിയൊരു കമ്പാരിസൺ നടത്താം. അത് കുട്ടികളൊക്കെ ചിലപ്പോൾ ആ സിനിമ കണ്ടിരിക്കും. യുദ്ധത്തിനിടയ്ക്ക് ഇന്ദ്രജിത്തിനോട് ലക്ഷ്മണൻ പറയുന്നു, വാക്ബലം കുടച്ച ദുർബുദ്ധേ, ക്രൂരകർമ്മൻ ഇരാക്ഷസ അത കസ്ഥാത് മാതസ്യേത് സമ്പാദയ സുകർമ്മണ. ഇതിൻ്റെ അർത്ഥം ഇന്ദ്രജിത്തിനോട് ലക്ഷ്മണൻ പറയാണ്, ഈ വാക്ക് പറയുന്നത് നിർത്ത്. ഇന്ദ്രജിത്ത് ഭയങ്കര വാചകം അടിക്കുകയാണ്. എൻ്റെ അടുത്ത് അതുണ്ട്, എൻ്റെ അടുത്ത് ഇതുണ്ട്, നിന്നാകാൻ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മണൻ പറയാണ്, വാക്ക് പറയുന്നത് നിർത്ത്, ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്, പ്രവൃത്തി കൊണ്ട് ശക്തി തെളിയിക്കൂ. ഞാൻ ഇവിടെ ഇരിക്കുന്ന സിനിമാ പ്രേമികളോട് ഒരു ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്. ഇതേ ഒരു പ്രശസ്തമായ ഹോളിവുഡ് സിനിമയിൽ, ഹോളിവുഡ് കൗബോയ് ഫിലിമാണ് കേട്ടോ, അത് ആദ്യം പറഞ്ഞുതരാം. പ്രശസ്തമായ ഹോളിവുഡ് സിനിമയിൽ ഇതേ വാചകം വേറൊരു വിധത്തിൽ പറയുന്നുണ്ട്. ഞാൻ അതിശയിച്ചു പോയി. ഇത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും പല യൂണിവേഴ്സിറ്റികളിലും രാമായണം പഠന വിഷയമാണ്. ചിലപ്പോൾ അതിൻ്റെ സ്ക്രീൻ റൈറ്റർ ഇത് വായിച്ചിട്ടുണ്ടാവാം. അത് പറയുന്നു, വാക്ക് പറയുന്നത് നിർത്ത്, ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്, പ്രവൃത്തി കൊണ്ട് ശക്തി തെളിയിക്കൂ. ഇതാണ് ലക്ഷ്മണൻ പറയുന്നത്. ലോകപ്രശസ്തമായ ഇംഗ്ലീഷ് സിനിമ ഏതാണെന്ന് ഞാൻ പറയാം. ദ ഗുഡ്, ദ ബാഡ്, ദ അഗ്ലി. ഇത് ലോകപ്രശസ്തമായ ഒരു സിനിമയാണ്. ചിലപ്പോൾ ചെറുപ്പക്കാരായ കുട്ടികൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഈ സിനിമയിൽ കഥാനായകൻ വില്ലനോട് പറയുന്നുണ്ട്, ഇഫ് യു വാണ ഷൂട്ട് ഷൂട്ട്, ഡോണ്ട് ടാക്ക്. ഇഫ് യു വാണ ഷൂട്ട് ഷൂട്ട്, ഡോണ്ട് ടാക്ക്. വെടിവെക്കണേയും വെടിവെക്ക് ഇഷ്ടമാണ്, വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഇത് തന്നെയല്ലേ ലക്ഷ്മണൻ അന്ന് പറഞ്ഞത് ഇന്ദ്രജിത്തിനോട്. ഇവിടെയാണ് നമ്മൾ ചിലതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകുന്ന ചിലതൊക്കെ കണ്ടെത്തുന്നത്. ഹോളിവുഡ് സിനിമയിൽ ലക്ഷ്മണൻ പറഞ്ഞ അതേ വാക്കുകളുടെ വേറൊരു വിധത്തിലുള്ള ഇതാണ് പറയുന്നത്. ഇഫ് യു വാണ്ട് ഷൂട്ട് ഷൂട്ട്, ഡോണ്ട് ടാക്ക്. വെടിയേക്കാണ് വെടിയേക്കല്ല, വെറുതെ വർത്തമാനം പറഞ്ഞേക്കല്ല. അത് കഴിഞ്ഞിട്ട് രണ്ടാം തവണ ഹനുമാൻ മഹോദയ പർവ്വതത്തിലേക്ക് പോകുന്നുണ്ട്. ഇത്രയും പർവ്വത ശിഖരം തന്നെ എടുത്തുകൊണ്ടിരുന്നത് അതൊക്കെ നിങ്ങൾക്കറിയാം. ഈ പർവ്വതത്തെ ഹനുമാൻ കൊണ്ടുവരുന്ന വിധത്തിന് വർണ്ണിച്ചത് ഇങ്ങനെയാണ്: നീർക്കൊണ്ട കാർക്കൊണ്ടലിനെ ആകാശത്തിൽ നിന്ന പോലെ എടുത്തുകൊണ്ട് ഹനുമാൻ കുതിച്ചു. സുദേഷ്ണൻ പറഞ്ഞിട്ടാണ് രണ്ടാം വശം ഹനുമാൻ പോകുന്നത്. പിന്നെ വേറൊന്ന്, ശ്രീരാമൻ രാവണനെ കൊല്ലുന്നത് തേരിൽ വെച്ചാണ്. എവിടെ നിന്നാണ് ഈ തേര് വന്നത്? യുദ്ധത്തിന് പോകുമ്പോൾ തേരില്ല, വാനരപ്പട മാത്രമേ ഉള്ളൂ. അതേവരെ നിലത്ത് നിന്നിട്ടാണ് യുദ്ധങ്ങൾ, അല്ലെങ്കിൽ ഹനുമാൻ്റെ തോളിൽ വെച്ച് യുദ്ധം നടത്തുന്നത്. ഇത് അഗസ്ത്യമുനി അഗസ്ത്യാശ്രമത്തിലേക്ക് രാവണൻ പോകുമ്പോൾ ഒന്നും പറയുന്നുണ്ട്. യുദ്ധത്തിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവപ്പെടുമ്പോൾ അവിടെ എൻ്റെ ശിഷ്യൻ ഒരു തേരുമായി വരും, അതിൽ കയറി നീ യുദ്ധം ചെയ്യുക. രാമന് തേര് കിട്ടുന്നത് അഗസ്ത്യമുനിയുടെ അനുഗ്രഹം കൊണ്ടിട്ടാണ്. പിന്നെ വേറൊന്ന് നമ്മൾ പറയുന്നത്, ഇതിൽ വേറൊന്ന്, ഈ രാമായണ കാലത്തൊന്നും സതി ഇല്ലായിട്ടില്ല. ഭർത്താവ് മരിച്ചാൽ ചെതിയിൽ ചാടുന്ന കൺസെപ്റ്റ് ഒരു രാമായണത്തിലും പറയുന്നില്ല. ഈ മരിച്ചെടുക്കുന്ന രാവണനോട് മണ്ഡോദരി പറയുന്നുണ്ട്, കുലേന രൂപേണ നാ ദക്ഷിണേന്യ മൈഥിൽ മായാതിക വാ തുല്യവാ തത്തു മോഹന്ന ബുധസ്യ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം, കുലം കൊണ്ടോ രൂപം കൊണ്ടോ മൈഥിലി എന്നേക്കാൾ മീതേയല്ല, തുല്യ പോലുമല്ല, പക്ഷേ അങ്ങയ്ക്ക് തിരിച്ചറിയാനത് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി ശവസംസ്കാരം, രാവണൻ്റെ ശവസംസ്കാരം വിഭീഷണനാണ് ചെയ്യുന്നത്. ഈ വാൽമീകി രാമായണത്തിൽ ശവസംസ്കാര സമയത്ത് രാമൻ പറഞ്ഞിട്ടാണ് ശവസംസ്കാരം. ആദ്യം വിഭീഷണൻ പറയുന്നത് ശവസംസ്കാരം ചെയ്യണമെന്നും വേണ്ട, ദുഷ്ടനാന്ന് പറയുമ്പോൾ
രാമൻ പറയുന്നത് അത് പറയുന്നത് ശരിയല്ല, നീ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ്, അപ്പോൾ അതുകൊണ്ട് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ രാവണൻ്റെ ശവം കത്തുന്ന സമയത്ത് മണ്ഡോദരി വന്നു കരയുന്നു. അതിനുശേഷം ശവം കത്തി അമർന്ന ശേഷം മണ്ഡോദരിയും മറ്റുള്ള ഭാര്യമാരും മടങ്ങിപ്പോവാണ്. ഇങ്ങനെയാണ് എല്ലാ രാമായണത്തിലും, ഈ വായിച്ച 4 രാമായണത്തിൽ ഇതൊക്കെ തന്നെയാണുള്ളത്. ഈ ചിതയിൽ ചാടി മരിക്കുക എന്നുള്ളത് കണ്ട്. പക്ഷേ കമ്പരാമായണത്തിൽ മാത്രം ഒരു വ്യത്യാസം വരുന്നുണ്ട്. കമ്പരാമായണത്തിൽ പറയുന്നത് ഈ തീയിലേക്ക് നെയ്യ് ഒഴിക്കുന്നത് പോലെ വിഭീഷണൻ മണ്ഡോദരിയെ എടുത്ത് ചിതയിലേക്ക് ഇട്ടു എന്നാണ് പറയുന്നത്. അതിൽ മാത്രമേ ചിതയിലേക്ക് ചാടി സതി വരിക്കുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുള്ളൂ. പിന്നെ വാൽമീകി രാമായണത്തിൽ പിന്നുള്ളത് ഈ സീതയോട് രാമൻ പറയുന്നതാണ്, ഞാൻ യുദ്ധം ചെയ്തത് നിനക്ക് വേണ്ടിയല്ല, കുലമഹിമ കാത്ത് സൂക്ഷിക്കാനാണ്, എൻ്റെ വ്യക്തിമഹിമ കാത്തു സൂക്ഷിക്കാനുമാണ്, ദുഷ്പേര് നീക്കാനും ധർമ്മപരിപാലനത്തിനും വേണ്ടിയാണ്. ഞാൻ വിട തരുന്നു, 10 ദിക്കിൽ ഏത് ദിക്കിലേക്ക് വേണമെങ്കിലും നിനക്ക് പോകാം. എനിക്ക് സഹധർമ്മിണിയില്ല. ലക്ഷ്മണൻ്റെ, ഭരതൻ്റെ, ശത്രുഘ്നൻ്റെ, സുഗ്രീവൻ്റെ, വിഭീഷണൻ്റെ കൂടെ ആരുടെ കൂടെ വേണമെങ്കിലും നിനക്ക് പോകാം. എന്തുകൊണ്ടാണ് രാമന് ഈ ഈർഷ വരുന്നത്? സീത ആദ്യം പറഞ്ഞത് കേൾക്കായിട്ടും ഇപ്പോൾ ആദ്യം ലക്ഷ്മണൻ പറഞ്ഞ കേൾക്കാത്തതിന് സീതയ്ക്ക് ചെറിയൊരു അമർഷമുണ്ട്. ആ അമർഷം കൂടി രാമൻ്റെ വാക്കുകൾ ഉണ്ടെന്നാണ് ടീച്ചറുടെ വ്യാഖ്യാനം വരുന്നത്. ഇനി നമ്മൾ രാമൻ ഇതിൽ ഒരു പ്രധാനമായ ഒരു കാര്യം കൂടി പറയാതെ നിവൃത്തിയില്ല. അതാണ് വേറൊരു മാനേജ്മെൻറ്റ്. അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനത്തിലേക്ക് പോകാം. നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഈ രാമൻ ഹനുമാനെയാണ് ആദ്യം പറഞ്ഞയക്കുന്നത്. നീ പോയി ഭരതനോട് ഞാൻ വരുന്ന കാര്യം പറ. എന്തുകൊണ്ടാണ് ഭരതൻ എന്നിങ്ങനെ പറയുന്നത്, രാമൻ പറയുന്നത്? ഇവിടെയാണ് നമ്മൾ തീർച്ചയായിട്ടും ചിലത് മനസ്സിലാക്കേണ്ടത്. അതായത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ശ്ലോകം ആദ്യത്തെ 2 വാക്യം മാത്രം ഞാൻ വായിക്കാം. ജിത്വാ ശത്രുഗുണാൻ രാമപ്രാപ്യ ചാതുർത്തമം യശ ഉപായാതി സമൃദ്ധ സഹമിത്രേ മഹാബലി. ഇത് തുടങ്ങുന്ന ഒരു ശ്ലോകം രാമൻ പറയുന്നുണ്ട്. അതിൽ ഹനുമാനെ പറഞ്ഞയക്കാനുള്ള കാരണം ശത്രുഗണങ്ങളെ ജയിച്ചിട്ട് രാമൻ മഹാബലരായ മിത്രങ്ങളോട് കൂടി വരുന്നു എന്ന് പറയുക. ഇത് കേൾക്കുമ്പോൾ ഭരതൻ്റെ മുഖഭാവം ശ്രദ്ധിക്കണം. ടിപ്പിക്കൽ മാനേജ്മെൻറ്റാണ്. ഇത് കേൾക്കുമ്പോൾ ഭരതൻ്റെ മുഖഭാവം ശ്രദ്ധിക്കണം, എന്നോടുള്ള മനോഭാവം ശ്രദ്ധിച്ച് ഗ്രഹിക്കണം. ഭരതൻ്റെ എല്ലാ വൃത്താന്തങ്ങളും നോക്കിലും വാക്കിലും മുഖവർണ്ണത്തിലും പ്രത്യക്ഷപ്പെടുന്ന ഇംഗിതങ്ങളിലും ശരിയായി അറിയണം. സമസ്ത കാമങ്ങളും സ്വാധിപ്പിക്കാൻ വേണ്ട സമൃദ്ധിയും അസ്തശരത നിറവുമുള്ള പിതൃമഹാന്മാരുടെ കാലം മുതൽക്ക് തുടർന്നു പോരുന്നതുമായ രാജ്യം ആരുടെ ചിത്തത്തെയാണ് ആകർഷിക്കാതിരിക്കുക? ഏറെക്കാലത്തെ സമ്പർക്കം കൊണ്ട് ഭരതന് രാജ്യത്തിന് താല്പര്യമുണ്ടായിട്ടുണ്ടെങ്കിൽ ഭൂമി മുഴുവൻ അവൻ പരിപാലിച്ചു കൊള്ളട്ടെ. ഇത് ഇപ്പോൾ ടെമ്പററി വേക്കൻസി, നമ്മൾ തമാശയ്ക്ക് പറയാം, ഒരു ടെമ്പററി വേക്കൻസിയിൽ ഒരാൾ കയറുന്നു, 1-2 കൊല്ലം കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ഈ പെർമനൻ്റായ ആൾ വരുമ്പോൾ ടെമ്പററി വേക്കൻസിക്കാരനൊരു വിഷമമുണ്ടാവില്ല, ഇനിയിപ്പോൾ നമുക്ക് പണിയില്ലല്ലോ. അപ്പോൾ ഭരതൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്തയുണ്ടോ എന്ന് അറിയാനാണ് രാമൻ ഹനുമാനെ പറഞ്ഞു വിടുന്നത്. ഇത് അതിമനോഹരമായൊരു ശ്ലോകമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നമ്മൾ പിന്നെയുള്ള കാര്യങ്ങൾ രാജ്യമേൽക്കുന്നു, അതിനുശേഷം എല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുത്ത് ശ്രീരാമൻ പറഞ്ഞു വിടുന്നു. തുളസി രാമായണത്തിൽ മാത്രമാണ് രാമൻ്റെ കൂടെ ഹനുമാൻ സ്ഥിരമായി നിൽക്കുന്നത്. മറ്റുള്ള എല്ലാറ്റിലും അവരവരുടെ സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നത്. കമ്പരാമായണത്തിൽ ഉത്തരരാമായണം ഇല്ല, തുളസി രാമായണത്തിൽ ഉത്തരരാമായണം ഇല്ല. ഈ ഇതിൽ മാത്രമേ എഴുത്തച്ഛൻ്റെയിലും വാൽമീകി രാമായണത്തിൽ ഉത്തരരാമായണമുണ്ട്. നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്നത് ഉത്തരരാമായണത്തിൽ സീത ഭൂമി പിളർന്ന് പോയി എന്നുള്ളതാണ്.
പക്ഷേ ഇതിൽ ഒന്നിലും ഭൂമി പിളർന്നിട്ടല്ല പോകുന്നത്. ഭൂമി പിളർന്നിട്ട് തന്നെയാണ്. അത് സീത പറയുന്നത്, ഞാൻ രാമനെയാണ് മനസ്സിൽ ഇത്രയും കാലം വെച്ചിരുന്നു എന്നെങ്കിൽ ഭൂമിദേവി ഇനി എന്നെ തിരിച്ചു കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, കാട്ടിലേക്ക് കൊണ്ടാക്കുമ്പോൾ സീത പറയുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ, ലക്ഷ്മണ നീ എന്നെ മുഴുവൻ നോക്ക്, ഇതുവരെ നീ എൻ്റെ മുഖത്ത് പോലും ഒന്നും നോക്കിയിട്ടില്ല, നോക്കിയിട്ട് ചെന്ന് പറ ഞാൻ ഗർഭിണിയാണെന്ന് രാമനോട് പറ. അപ്പോൾ ഈ സീതയുടെ ഈ പ്രാർത്ഥന കേട്ടിട്ട് ഭൂമി പിളരുകയും അതിൽ നിന്നൊരു വലിയ സിംഹാസനം ഉയർന്നു വരികയും ഭൂമിദേവി അതിലിരിക്കുന്നുണ്ടായിരുന്നു. ഭൂമിദേവി ഇറങ്ങി വന്ന് സീതയെ എടുത്തുകൊണ്ട് ആ സിംഹാസനത്തിലിരുത്തി ഭൂമിയിലേക്ക് പോവുകയുമെന്നാണ് എല്ലാ സ്ഥലത്തും പറയുന്നത്. ഇതാണ് ചുരുക്കത്തിൽ ഇന്നത്തെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊക്കെ അറിയാം, സരയൂ നദീതീരത്തേക്ക് രാമൻ പോകുന്നു. അവിടുന്ന് എല്ലാവരും രാമൻ്റെ ഒപ്പം പോകുന്നു. രാമൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കൂടെ വന്നവർക്കെല്ലാം, അത് എഴുത്തച്ഛൻ്റെ ഇതിലുണ്ട്, എൻ്റെ കൂടെ വന്നവർക്കെല്ലാം സ്വർഗം നൽകുമെന്ന് പ്രാർത്ഥിക്കുന്നു. രാമൻ സരയൂ നദിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് വാൽമീകി രാമായണ പ്രകാരം മുകളിൽ നിന്ന് ഒരു അശരീരി വരുന്നത്, വിഷ്ണു മതി, ഇനി നിങ്ങൾ തിരിച്ചു വരിക, ദൗത്യം കഴിഞ്ഞു. അങ്ങനെയാണ് വാൽമീകി രാമായണം അവസാനിക്കുന്നത്. ഇത് ഞാൻ വായിച്ചതിൽ വെച്ച ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും പൊറുക്കണം, കൂടുതലൊന്നും പറയാനില്ല. ഈ 4 രാമായണങ്ങളും വായിച്ച് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വേറൊന്നും കൂടുതലൊന്നും പറയാനില്ല. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, സന്തോഷം.